പണമില്ലാതെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും പുനരധിവാസം മുടങ്ങില്ലെന്ന് കേരളത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറപ്പ്. ദുരന്തമുഖത്ത് കേരളം ഒറ്റയ്ക്കല്ല, കേന്ദ്രത്തിന് സാധ്യമായതെല്ലാം ചെയ്യും. പണം തടസ്സമല്ല, സഹായം ഉറപ്പാക്കും. സർക്കാർ ഏതുമാകട്ടെ, ദുരിതബാധിതർക്ക് ഒപ്പമാണ് നമ്മൾ നിൽക്കുകയെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ദുരന്തത്തിൽ നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ കേരളത്തോട് ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി എത്ര വീടുകൾ തകർന്നു, എത്രത്തോളം നാശനഷ്ടമുണ്ടായി, അത് എത്രമാത്രം ജനങ്ങളെ ബാധിച്ചു, ഏത് രീതിയിൽ ജനങ്ങളെ പുനരധിവാസം നടത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളടങ്ങുന്ന വിശദമായ കണക്കുകൾ ഉൾപ്പെടുന്ന മെമ്മോറാണ്ടം സമർപ്പിക്കാൻ മോദി കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സഹായം പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ഇതെന്നും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിനൊപ്പമുണ്ടെന്നും പണം തടസ്സമാകില്ലെന്നും കേന്ദ്രത്തിന് കഴിയുന്ന എല്ലാ സഹായവും ദുരിതബാധിതർക്ക് നൽകുമെന്നും കൽപ്പറ്റ കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ദുരിതബാധിതർക്കൊപ്പം നിൽക്കുകയാണിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. താൻ പല ദുരന്തങ്ങളും നേരിൽ കണ്ടിട്ടുള്ളയാളാണ്. അതിനാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളാണ് തകർന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്രം ഉദാരമായ സമീപനം സ്വീകരിക്കും. പണമില്ലാത്തതിനാൽ പുനരധിവാസം മുടങ്ങില്ല, മോദി പറയുകയുണ്ടായി. ദുരന്തത്തെക്കുറിച്ചും നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും സംസ്ഥാന സർക്കാർ അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രിക്ക് മുൻപിൽ പ്രാഥമിക വിവരങ്ങൾ അടങ്ങിയ നിവേദനം കേരളം കൈമാറി. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായതെന്നും പ്രാഥമിക സഹായവും ദീർഘകാല സഹായവും വയനാടിന് ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചില്ല. കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കൊപ്പമാണെന്നും മോദി അവലോകന യോഗത്തിന് ശേഷം അറിയിച്ചു. ആവശ്യമായ സഹായങ്ങൾ എത്രയും വേഗം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പറഞ്ഞ മോദി, ദുരന്തബാധിതരെ നേരിൽ വിഷമങ്ങൾ തിരക്കി നിരവധി കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് ദുരന്തത്തിൽ പൊലിഞ്ഞത്. ദുരന്തബാധിതരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് മാനസിക പിന്തുണ നൽകേണ്ടത് അനിവാര്യമാണ്. ഈ അവസരത്തിൽ ദുരന്ത ബാധിതർക്കൊപ്പം നിൽക്കുക എന്നതാണ് പ്രധാനമെന്നും മോദി വ്യക്തമാക്കി. വയനാട് ദുരന്തഭൂമി സന്ദർശിച്ച ശേഷമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെയും പ്രധാനമന്ത്രി നേരിൽ കാണുകയുണ്ടായി. ഹെലികോപ്റ്ററിൽ ആകാശ കാഴ്ചയിലൂടെ ദുരന്തത്തിൻ്റെ ഭീകരത കണ്ട മോദി ആദ്യമെത്തിയത് വെള്ളാർമല സ്കൂളിലായിരുന്നു. സൈന്യം ചൂരൽമലയിൽ നിർമ്മിച്ച ബെയ്ലി പാലത്തിലൂടെ പ്രധാനമന്ത്രി നടന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഒപ്പം ചേർന്നു. വയനാട് കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മോദി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മടങ്ങി. അവിടെ നിന്ന് പിന്നീട് ഡൽഹിയിലേക്ക് തിരിച്ചു.